പട്ടികവർഗ വികസനം. പട്ടികവർഗ വികസനത്തിനായി 859.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ 2.83%. 2011 സെൻസസ് പ്രകാരമുള്ള പട്ടികവർഗ ജനസംഖ്യാ ശതമാനമായ 1.45% ഉയർന്നതാണിത്. പട്ടികവർഗ ഉപപദ്ധതി വിഹിതമായ 850.5 കോടി രൂപയിൽ 201.55 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതമാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവും സഹായവും നൽകുന്ന പദ്ധതികൾക്കായിട്ടുള്ള വിഹിതം കഴിഞ്ഞ വർഷത്തെ വിഹിതമായ 8.75 കോടിയിൽ നിന്ന് 9.2 കോടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. സർ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾക്കായിട്ട് 32.1 കോടി രൂപ വകയിരുത്തുന്നു. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകുന്നതിന് പുതുതായി വിഭാവനം ചെയ്യുന്ന ഉന്നതി പദ്ധതി. ഇത് അനുസരിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് 10 ലക്ഷം രൂപ പ്രാരംഭഘട്ടത്തിൽ സഹായം നൽകും. ഈ പുതിയ പദ്ധതിക്കായിട്ട് 2 കോടി രൂപ വെക്കുന്നു. സാർ, വ്യോമയാന മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. പട്ടികവർഗ മേഖലയിലെ അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്യുന്ന പുതിയ നൈപുണ്യ വികസന പരിപാടിയായ വിങ്സിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സാർ, MGNREG നൽകുന്ന 100 ദിവസ തൊഴിലിന് പുറമെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ അധിക തൊഴിൽ കൂടി നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് പദ്ധതിക്കായിട്ട് 35 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 57 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ജനനി ജന്മരക്ഷാ പദ്ധതിയുടെ സാമ്പത്തിക സഹായം 17 കോടി വകയിരുത്തുന്നു. പട്ടികവർഗ്ഗക്കാർക്കിടയിലെ ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കായിട്ട് 25 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര പട്ടികവർഗ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കായി 32 കോടി രൂപ വകയിരുത്തുന്നു. ലൈഫ് പദ്ധതികളുടെ ഭാഗമായിട്ട് ലൈഫ് മിഷൻ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പായി നിർമ്മാണം തുടങ്ങിയ വീടുകളുടെ പൂർത്തീകരണവും ജീർണാവസ്ഥയിലുള്ള വീടുകളുടെ പുനരുദ്ധാരണവും ലക്ഷ്യമിടുന്നതിന് 70 കോടി രൂപ വകയിരുത്തുന്നു. ഭൂരഹിതരായ പട്ടികവർഗ്ഗക്കാരുടെ പുനരധിവാസം പദ്ധതിക്കായി 42 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന വിഭവശേഷി പദ്ധതിക്കായിട്ട് 33.25 കോടി വകയിരുത്തുന്നു. സർ, മറ്റു വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതിക്കായിട്ട് 167 കോടി രൂപ വകയിരുത്തുന്നു. പിന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിനായിട്ട് 9 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന സർക്കാർ ആരംഭിച്ച കെടാവിളക്ക് പദ്ധതിക്കായിട്ട് 15 കോടി രൂപ വകയിരുത്തുന്നു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന്. OBC OEC DNT വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് PMHSC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന വിഹിതമായി 8 കോടി രൂപയും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിന് സംസ്ഥാന വിഹിതമായി 58 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ന്യൂനപക്ഷ ക്ഷേമത്തിന് 73.63 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് 9.6 കോടിയും ന്യൂനപക്ഷ വിവിധ നൈപുണ്യ പദ്ധതികൾക്കായിട്ട് 7.02 കോടി രൂപയും വകയിരുത്തുന്നു. ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ഓഹരി മൂലധനമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി മാർഗദീപം എന്ന പേരിൽ ഒരു പുതിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിനായി 20 കോടി രൂപ മാറ്റിവെക്കും. സർ, മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം. മുന്നോക്ക വിഭാഗ സമുദായ ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി 35 കോടി രൂപ മാറ്റിവെക്കുന്നു.